നമ്മളെ മുഹമ്മദ് റിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയും ചെയ്തപ്പം MP വീരേന്ദ്രകുമാറിന് സീറ്റ് നിശ്ചയിച്ചപ്പം അവർ പ്രതിഷേധ സൂചകമായി ഇദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുന്നു, മാത്യു ടി തോമസിനോട്, മന്ത്രിസഭയ്ക്കകത്തുനിന്ന്. അങ്ങനെ രാജിവെക്കുന്നു. പക്ഷെ രാജിവെച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം UDF-ലേക്ക് പോയി, MP വീരേന്ദ്രകുമാർ. അങ്ങനെ പാർട്ടി പിളരുന്നു. ഭൂരിപക്ഷം MLA-മാരും മാത്യു ടി തോമസിന്റെ കൂടെ നിൽക്കുന്നു. അവർ LDF തന്നെ തുടരുന്നു. അപ്പോൾ വീണ്ടും മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് നമ്മളെ അന്നത്തെ അങ്കമാലി MLA ആയിട്ടുള്ള ജോസ് തെറ്റയിലിനെ മന്ത്രിയാക്കുന്നു. പക്ഷേ ജനതാദളിന്റെ ദേവഗൌഡ വിഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചത്. ദേവഗൌഡ BJP-യുമായി കൈകോർക്കുന്ന സമയത്ത് ഇവരിവിടെ പറയുന്നു, ഞങ്ങൾ BJP-യുടെ ഒപ്പില്ല, ഞങ്ങൾ BJP-യുടെ കൂടെ അല്ല, ഞങ്ങൾക്ക് കേന്ദ്ര നേതൃത്വമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെ പറയുന്നു. ഈ ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയണേ ഉള്ളൂ. എന്ത് ബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത്? ഞാൻ പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയേണ്ടത് അമിത്ഷായുമായി ചർച്ച നടത്തിയോ ഇല്ലയോ. ഞാൻ ചർച്ച നടത്തിയിട്ടേ ഇല്ല. വോട്ട് പുള്ളിയുടെ തന്നെ പോയിട്ടുള്ളത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് പുള്ളിയുടെ തന്നെ പോയിട്ടുള്ളത്. പോയിട്ടില്ല എന്നുള്ളതൊക്കെ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാനും പറ്റില്ല. ആകെ ഒറ്റ MLA-യുടെ വോട്ടാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അത് മാത്യു ടി തോമസിൻ്റെതാണ്, യാതൊരു സംശയമില്ല. BJP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. അത് CM ഇബ്രാഹിം അന്നേ ആരോപണം ഉന്നയിച്ചതാണ്. CM ഇബ്രാഹിം പിന്നെ പാർട്ടിയൊക്കെ വിട്ടുപോയി. പക്ഷെ അന്നേ ആരോപണം ആ സമയത്ത് ഉന്നയിച്ചതാണ്. ദേവഗൌഡയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു, ബാക്ക് ബോൺ ആയിരുന്നു CM ഇബ്രാഹിം. അതുകൊണ്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ പ്രധാനമന്ത്രിയായിട്ടൊക്കെ വരുന്ന സമയത്ത് ഇയാളെ പിടിച്ച് വ്യോമയാന വകുപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ വകുപ്പൊക്കെ കൊടുത്തു. മാത്രമല്ല ഇവരുടെ ഫണ്ട് റൈസിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് CM ഇബ്രാഹിം. അപ്പോൾ അതുകൊണ്ട് CM ഇബ്രാഹിം പറഞ്ഞത് ശരിയല്ല എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാത്യു ടി തോമസ് ഇപ്പം നമുക്കുള്ള മറുപടി തന്നെയാണത്. നമ്മൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. പിന്നീട് മാത്യു ടി തോമസ് പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്, പുതിയ പാർട്ടി വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടും ആ ഒരു പാർട്ടി നിലവിൽ വരുന്നതോ അതിനെക്കുറിച്ചൊരു സൂചനകൾ പോലും ഇല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല, ഇദ്ദേഹം പിന്നെ ഒരു സംസ്ഥാന പാർട്ടിയായിട്ടെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന MLA-മാരുണ്ട്, മന്ത്രിയുണ്ട്, ഒക്കെയുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട ആൾബലം അവർക്കുണ്ട്. ഇത്ര ആളുണ്ടായിരിക്കണം എന്നുള്ളതുണ്ട്, അത് അവർക്കുണ്ട്. അത് ഈസി ആയിട്ട് അതിന്റെ എല്ലാ ക്രൈറ്റീരിയയും ഇവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ മാനദണ്ഡങ്ങളും അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉള്ള ഒരു പാർട്ടിയാണിത്. അതിനുള്ള നിയമസഭാംഗങ്ങളുണ്ട്, ബാക്കിയുള്ള ഘടനയുണ്ട്, ഒക്കെ ഉണ്ട്. അവർക്കൊരു സംസ്ഥാന പാർട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. ഇയാൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിനകത്ത് അതിനുള്ള നടപടിക്രമങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ അവൈലബിൾ ആയിരിക്കേണ്ട സമയമാണ്. ഇയാൾ പാർട്ടി ഉണ്ടാക്കും എന്ന് പറയുന്നുള്ളൂ. ഇയാൾ പാർട്ടിനെ ഉണ്ടാക്കുകയാണ് ശരിക്കും. പാർട്ടിക്കിട്ട് പണിയാണ് ചെയ്യുന്നത്. ഇയാള് ഇപ്പൊ ചെയ്യുന്ന എന്താ വെച്ചാൽ ശ്രമം ദേവഗൌഡയ്ക്ക് വീണ്ടും ബാർഗനിങ് കപ്പാസിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ, ദേവഗൌഡയുടെ പാർട്ടിയിലെ ദേശീയ പദവി അതേപോലെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് BJP-യുടെ മുന്നണിയിൽ നിൽക്കുന്ന ദേവഗൌഡയുടെ പാർട്ടി ഇവിടെ പാർട്ടി ഉണ്ടാക്കിയാലോ പറ്റില്ല. അപ്പൊ ദേവഗൌഡയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പാർട്ടി ഉണ്ടാക്കാതിരിക്കുകയും നിയമസഭയിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ വീണ്ടും ദേവഗൌഡയുടെ പാർട്ടിയുടെ ഭാഗമാണ്. ഇദ്ദേഹത്തിന്റെ അവർ വെച്ചിട്ടുള്ളൊരു ഓഫർ പ്രത്യേകിച്ചും മാർത്തോമ സഭയുടെ നേതൃത്വവുമായും BJP കേന്ദ്രങ്ങൾ ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അനൂപ് ആന്റണിയാണ് അവർ ആദ്യം പിന്നെ തിരുവല്ലയിലേക്ക് ഫോക്കസ് ചെയ്ത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ തീരുമാനിച്ചിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ അവിടെ അശോകൻ കുളനട പിന്നെ BJP സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന സമയത്ത് RSS-ൽ നിന്നും അവരുടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അനൂപിനെ നിർത്തണമെന്നുണ്ട്. ഇത്തവണ അനൂപ് ആന്റണിയെ നിർത്തണമെന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇദ്ദേഹം അവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരും. ജനതാദളിന്റെ എന്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ഇപ്പോൾ ഉള്ള ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. ജനതാദളുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വരും. അതായത് അത് NDA-യുടെ സ്ഥാനാർത്ഥിയായിരിക്കും. ജയിക്കാനും പറ്റുന്ന ഒരു സ്ഥിതിയൊക്കെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാന ഘട്ടത്തിൽ ഇപ്പൊ ചേരേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ, കാരണം കേരളം പിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മുമ്പിൽ നിർത്തിയിട്ട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്ത്യൻ സമുദായത്തെ, സഭ മാത്രം നോക്കിയിട്ടല്ല, പിന്നെ മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ BJP-യിലേക്ക് ആകർഷിക്കുകയും ഒരുപാട് സീറ്റുകൾ വിജയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് മാറ്റം വരികയും ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ അവിടെ പ്ലേസ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കും. അപ്പോൾ അതിന്റെ സാധ്യതകൾ നോക്കിയിട്ടും സർവേകളൊക്കെ നോക്കിയിട്ടും ഒക്കെ മാത്യു ടി തോമസ് അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ഇപ്പം BJP-യുടെ ഭാഗമായി പോകും എന്ന് നമ്മൾ 100% ഉറപ്പിച്ച് പറയണില്ല. പക്ഷേ BJP നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് എന്തുകൊണ്ട് മാത്യു ടി തോമസ് പറയുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ചർച്ചയെ നടത്തിയിട്ടില്ല? അല്ലാതെ എവിടെയും തൊടാതെ എനിക്കെതിരെ അങ്ങനെ പ്രചരിക്കപ്പെടുന്നു, ഇങ്ങനെ പ്രചരിക്കപ്പെടുന്നു, ഞാൻ പിന്നെ കോൺഗ്രസുമായിട്ട് അങ്ങനെ എതിർപ്പുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാത്തത്, പിന്നെ ഇപ്പുറത്ത് നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയും തൊടാതെ പ്രതികരിക്കുകയും ചെയ്തു. പ്രതികരിച്ചോന്ന് ചോദിച്ചാൽ പ്രതികരിച്ചു. പക്ഷെ അതിൽ വ്യക്തത ഉണ്ടോന്ന് വെച്ചാൽ വ്യക്തതയില്ല. അതിനകത്ത് ട്രാൻസ്പെറൻസി ഇല്ല. അതിനകത്ത് ഒരു സുതാര്യത ഇല്ലാത്ത രീതിയിലൊരു എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് മുഖം രക്ഷിച്ച് പോകുന്ന തടിയിച്ചിലാക്കുന്ന പരിപാടിയാണ് മൂപ്പര് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മൂപ്പര് ചെയ്യേണ്ടത്, നമ്മളിപ്പോഴും ഉത്തരവാദിത്തത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. മാത്യു ടി തോമസ് വൈറ്റ് സ്വാൻ TVക്കകത്ത്, വൈറ്റ് സ്വാൻ ചാനലിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവാസ്തവമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു BJP നേതാക്കന്മാരുമായും അത്തരം ചർച്ച നടത്തിയിട്ടില്ല. കേന്ദ്രത്തിലെ BJP നേതാക്കന്മാരായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും
പിന്നെ അമ്മായിന്റെ വീട്ടിലെ പാലുകാച്ചലിനെ കുറിച്ച് ചർച്ച ചെയ്യാനൊന്നല്ലല്ലോ ഇരിക്കുന്നത്. അത് രാഷ്ട്രീയ ചർച്ചയാണ്. അവിടെ എന്താണ് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ളത്? അതും LDFന്റെ അനുമതി ഇല്ലാതെ. അല്ലെങ്കിൽ LDF സംഘം അവരുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ സർവകക്ഷി സംഘമൊക്കെ ചർച്ച നടത്താറുണ്ട്. അങ്ങനെ നടത്തിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. മാത്യു തോമസ് ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ചർച്ച നടത്തി ഏതെങ്കിലും നേതാക്കന്മാരുമായിട്ട് കണ്ട് ചർച്ച നടത്തിയത്, അമിത്ഷായുമായി കണ്ട് ചർച്ച നടത്തിയത്, അത് രാഷ്ട്രീയമായ അധാർമികതയാണ്. അത് അദ്ദേഹം പിന്നെ ഒരേ സമയം പല തോണിയിൽ കാലിടുന്നതിന്റെ ഭാഗമായിട്ടാണ്. രാഷ്ട്രീയമായിട്ടുള്ള അക്കരെ പച്ചങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭാഗ്യാന്വേഷിയായിട്ട് മാറുകയാണ്. ദേവഗൌഡയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് മൂപ്പരുള്ളത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവഗൌഡയെ തള്ളി പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM കാര്യത്തിലായിട്ട് പരിശോധിക്കേണ്ടതാണ്. CPM സംബന്ധിച്ചിടത്തോളം അവര് മാത്യു തോമസിനെയും കൃഷ്ണൻകുട്ടിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ചർച്ച നടത്തിയോ? അതൊക്കെ അറിയാനുള്ള മാർഗം പിണറായി വിജയൻ ഉണ്ടല്ലോ, ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ടല്ലോ. ആ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ചർച്ചയുടെ വിവരങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം അവർക്ക് അറിയാഞ്ഞിട്ട് ആവില്ലല്ലോ. അപ്പൊ അവര് വളരെ സ്ട്രോങ് ആയിട്ട് LDF ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ സാധ്യതയുണ്ടോ? അതായത് CPMന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ LDFന്റെ അടുത്ത് നിന്ന് ഇവർക്ക് ഒരു സൈലന്റ് ആയിട്ട് BJPനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ല. അതിലതെ പിന്നെ ഇപ്പം ഈ പുരം കലങ്ങിയതും ഒക്കെയുള്ള കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് പിണറായി വിജയനോട് ഒരു ഗ്രീൻ ചാനലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പുള്ളി പക്ഷെ ഇതിനകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹവും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷും LDFന്റെ കൺവീനർ TP രാമകൃഷ്ണനും ഇതിൽ എടുക്കേണ്ടത് അടിയന്തരമായ തീരുമാനം എടുക്കേണ്ടത് മാത്യു തോമസിനെ വിളിച്ചിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണൻകുട്ടിയോടും കൂടി രാജിവെച്ചിട്ട് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങളെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം ഇല്ല, നിങ്ങൾ മുന്നണി നിന്നോ, നിങ്ങളെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം ഇല്ല എന്ന് പറയണം. കാരണം ദേവഗൌഡയുടെ പാർട്ടിക്ക് ഇവിടെ മന്ത്രിസ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇവര് ഫലത്തിൽ CPM NDAയുടെ ഘടകകക്ഷിയാകുകയല്ലേ. അപ്പൊ ഇവര് വിഡ്ഢികളാക്കുകയാണ് ഇവരെ എന്നുള്ളത് മാത്യു തോമസ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവണം. ഞാൻ വീണ്ടും പറയുന്നു, അടിവരയിട്ട് ആവർത്തിച്ച് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു, വൈറ്റ് സ്വാൻ ചാനൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണെങ്കിൽ ഞാൻ ഇവരുമായി ചർച്ച നടത്തിയിട്ടേയില്ല എന്ന് മാത്യു തോമസ് പരസ്യമായിട്ട് പറയണം. അല്ലാതെ പത്രക്കുറിപ്പ് ഇറക്കി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തെയോ BJP നേതാക്കന്മാരുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം. ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തത് ഇപ്പൊ തെളിയിക്കാൻ പറ്റില്ല, അത് രഹസ്യ ബാലറ്റാണ്, അതുകൊണ്ട് അത് തെളിയിക്കാൻ പറ്റില്ല. അതുപോലെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ചെയ്തു എന്നുള്ളതിനെ നമുക്ക് തെളിവ് വെക്കാനൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ CM ഇബ്രാഹിം ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഇദ്ദേഹം അപ്പോഴും ഉരുണ്ട് കളിച്ചിട്ടാണ് നിഷേധിക്കുന്നത്. അങ്ങനെ പരസ്യമായിട്ട് നിഷേധിച്ചിട്ടില്ല, അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം മാത്യു തോമസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്തൊക്കെ പറയും ഔങ്യ വളവൻ എന്ന് പറയും. ഔങ്യ വളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യനായിട്ടൊക്കെ ഇങ്ങനെ നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ വല്ല ചുളുവൊരു കാര്യം സാധിക്കുന്നുണ്ടല്ലോ. ആ രീതിയിൽ ഈ സൗമ്യത ഇതൊക്കെ ഇങ്ങനെ വെച്ച് നിന്ന് വലിയ രാഷ്ട്രീയ സ്വപ്നങ്ങൾ കണ്ട് നിൽക്കുന്ന വളരെ കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനെ ഇപ്പം മാത്യു തോമസിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു അതിബുദ്ധി, ഒരു കാഞ്ഞ ബുദ്ധി മാത്യു തോമസ് കാണിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സംസ്ഥാന പാർട്ടി രൂപീകരിക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് നീങ്ങിയിട്ടില്ല. ഇനിയിപ്പോ നമ്മളെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ രൂപീകരിക്കുന്ന പറഞ്ഞിട്ട് ഈ പാർട്ടി പ്രവർത്തകരെയൊക്കെ വിഡ്ഢികളാക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, പാർട്ടി പ്രവർത്തകരെയും വിഡ്ഢികളാക്കുകയാണ്, LDFനെയും വിഡ്ഢികളാക്കുകയാണ്, CPMനെയും വിഡ്ഢികളാക്കുകയാണ്, എല്ലാവരെയും വിഡ്ഢികളാക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാക്കിയിട്ടാണ് ഇപ്പം മാത്യു തോമസ് പോകുന്നത് എന്നുള്ളത് പറയാതിരിക്കാനൊരു മാർഗമില്ല. ഇനിയിപ്പോൾ നമ്മളെ ഈ സാധനം കണ്ടിട്ട് ഇനി അടുത്ത ദിവസം വല്ലതും അപേക്ഷ കൊടുക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല.